നോമ്പ് ചിന്ത 37-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. ഭൃത്യരുടെ വിശ്വാസം, നാമാന്റെ സൗഖ്യം. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ മനോഹരമായ ചില ചരിത്ര സംഭവങ്ങളുണ്ട്. അതിലൊന്ന് സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായ നാമാന്റെ കുഷ്ഠരോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ്. സിറിയ രാജാവിൻ്റെ ഏറ്റവും ബഹുമാന്യനായ സൈന്യാധിപനായിരുന്നു നാമാൻ. പക്ഷേ അയാൾക്ക് കുഷ്ഠം പിടിച്ചു. അക്കാലത്ത് കുഷ്ഠം ബാധിച്ചാൽ കൊട്ടാരത്തിൽ സ്ഥാനമില്ല. പക്ഷേ രാജാവിന് നാമാനോടുള്ള താല്പര്യം മൂലം അയാളെ പുറത്താക്കിയില്ല. യുദ്ധത്തിൽ പിടിയിലായി വന്ന ഒരു ഇസ്രായേൽക്കാരി പരിചാരിക കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവർ നാമാന്റെ ഭാര്യയോട് പറഞ്ഞു, യജമാനൻ ഞങ്ങളുടെ രാജ്യത്ത് ഏലീശ എന്ന് പറയുന്ന പ്രവാചകന്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുമായിരുന്നു. നാമാൻ ഇത് കേട്ട് വിശ്വസിച്ചു. സിറിയ രാജാവ് നാമാനെ കത്തുകൊടുത്തു വിട്ടു. അവിടെ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ പലത്. സിറിയ രാജാവ് യുദ്ധത്തിന് കാരണമുണ്ടാക്കാൻ വിട്ടതാണോ എന്ന് ഇസ്രായേൽ രാജാവ് സംശയിച്ചു, ദേഷ്യപ്പെടുന്നു. അതറിഞ്ഞ് ഏലീശ നാമാനെ വിളിക്കുന്നു. അങ്ങനെ നാമാൻ ഏലീശായുടെ പക്കലെത്തി. നാമാനോട് ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുവാനാണ് പറയുന്നത്. എന്നാൽ അത് കേട്ടിട്ട് നാമാന് ദേഷ്യമാണ് വന്നത്. സിറിയയിൽ നല്ല തെളിനീരുള്ള ജലാശയങ്ങളുണ്ട്. ജോർദാൻ നദിയിൽ എപ്പോഴും വെള്ളം കുറവായതിനാൽ വേനൽക്കാലത്ത് കലങ്ങിക്കിടക്കും. കളിയാക്കാനാണോ ഏലീശ പറയുന്നതെന്ന് തോന്നിയ നാമാൻ ക്രൂധനായി മടങ്ങുന്നു. അപ്പോൾ നാമാന്റെ ഭൃത്യന്മാർ അവനൊരു കൗൺസലിംഗ് കൊടുക്കുന്നു. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് രോഗം സുഖപ്പെടാൻ പ്രവാചകൻ പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാമാന് ബോധോദയമുണ്ടായി. അവൻ പോയി ജോർദാനിൽ കുളിച്ച് രോഗമുക്തി നേടി. ഇതാണ് ആ ചരിത്ര സംഭവം. പക്ഷേ ഇവിടെ ധ്യാനിക്കേണ്ട കഥാപാത്രങ്ങൾ പലരുണ്ട്. പരിചാരികയാണ് ഇതിൻ്റെ പിന്നിലെ ഒരു ശക്തി. ക്രൂധനായി മടങ്ങിയ നാമാനെ തിരിച്ചു വിളിക്കുന്ന ഭൃത്യന്മാരാണ് മറ്റൊരു കൂട്ടർ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും വെളിവാകുന്നത് എളിയ മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി 18-ാം അധ്യായം 10-11. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനം 34:6. നാമാന്റെ വിശ്വാസത്തെ പോലും ഇസ്രായേലിൻ്റെ വിശ്വാസത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ പ്രവർത്തിക്കുന്ന വലിയ പ്രേക്ഷിതയാണ് ആ പരിചാരിക. അതുപോലെ ഏലീശ പ്രവാചകനിൽ ഭൃത്യന്മാർ നാമാനേക്കാൾ ശക്തമായി വിശ്വസിച്ചു. നാമാനേക്കാൾ വേഗത്തിൽ ഭൃത്യന്മാർക്ക് പ്രവാചകനെ വിശ്വസിക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം. നമ്മുടെ വിശ്വാസം ലളിതമായിരിക്കുവാനും അത് ഒത്തുതീർപ്പിന് വിധേയമാകാതിരിക്കുവാനും നോമ്പുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നീ ആരാണെന്നുള്ളതല്ല, നിന്റെ വിശ്വാസം എന്താണെന്നുള്ളതാണ് ദൈവത്തിന് സ്വീകാര്യം.